സോ നമുക്ക് ഇന്ത്യൻ പ്രോഡക്റ്റായിട്ട് ഒരു സാധനമാണ് ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത്. പ്രൗഡ്ലി ഞാൻ ഇന്ന് പറയുകയാണ്, നമ്മുടെ ചാനലിലൂടെ ഈ ഒരു പ്രോഡക്റ്റ് അൺബോക്സ് ചെയ്യാൻ പറ്റിയത് എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യമാണ്. അങ്ങനെ ഗൈസ്, നമ്മളിവിടെ അൺബോക്സ് ഒക്കെ ചെയ്തിട്ട് സാധനം ഇവിടെ വെച്ചിട്ടുണ്ട്. ഇവിടെ ഇതാണ് സാധനം. അങ്ങനെ ഞാൻ വളരെ എക്സൈറ്റഡ് ആയിട്ടിരുന്ന ഒരു പ്രോഡക്റ്റാണിത്. കാരണം ഇന്ത്യൻ പ്രോഡക്റ്റ് ഞാൻ ഇതുവരെ എൻ്റെ ചാനലിലൂടെ അൺബോക്സ് ചെയ്തിട്ടില്ല. ഇവർക്ക് സ്പീക്കർ മാത്രമല്ല കേട്ടോ, ഹെഡ്ഫോൺസ് ഉണ്ട്, പിന്നെ സ്പീക്കേഴ്സ് ഉണ്ട്, ഒരുപാട് മോഡൽസ് വരുന്നുണ്ട്. ഇനി മിവിയുടെ പഴയൊരു മോഡലും ഉണ്ടായിരുന്നു. പിന്നെ ഇവർക്ക് കേബിൾസ് ഉണ്ട്, കണക്റ്റേഴ്സ് ഉണ്ട്, എല്ലാ സംഭവം ഉണ്ട്. സോ നിങ്ങൾ മേടിക്കുവാണെങ്കിൽ ഈ ഒരു ബ്രാൻഡിൻ്റെ സാധനം മേടിക്കുക, ഇന്ത്യൻ ബ്രാൻഡ്സിനെ പ്രൊമോട്ട് ചെയ്യുക. ഓക്കെ, നമ്മൾ ചൈനയെല്ലാം വിട്ടിട്ട് നമുക്ക് ഇന്ത്യൻ ബ്രാൻഡ്സിലോട്ട് മാറാൻ കഴിയും. എനിവേ, നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം. ശരിക്കും ഒരു സോപ്പ് പൊട്ടിയുടെ രൂപത്തിലാണ് ഇരിക്കുന്നത്. ഇത് ഇത്രയേ ഉള്ളൂ, കയ്യിൽ നൈസായിട്ട് ഒതുങ്ങുന്നൊരു സാധനമാണ്. 5 വോട്ടിൻ്റെ സ്പീക്കറാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നതെങ്കിൽ പോലും 5000 വോട്ടിൻ്റെ സൗണ്ടാണ് ഗൈസ് വെളിയിലേക്ക് വരുന്നത്. അതായത് ഇതിനെക്കൊണ്ട് താങ്ങാൻ പറ്റാത്ത സൗണ്ടാണ് ഇതിൻ്റെ ഔട്ട് വരുന്നത്. മിഡ്സ് ആയിക്കോട്ടെ, വോക്കൽ ആയിക്കോട്ടെ, ബാസ് ആയിക്കോട്ടെ, എല്ലാ സാധനവും ഒരേ വോളിയെന്ന് വേണമെങ്കിൽ പറയാം. അമ്മാതിരി ബാലൻസ്ഡ് സൗണ്ടാണ് ഗൈസ്. ഫുൾ വോളിയത്തിൽ ഇട്ടിട്ട് പോലും ഒരു രീതിയിലുള്ള സൗണ്ട് ഡിസ്ട്രാക്ഷൻസും എനിക്ക് കാണാൻ സാധിച്ചിട്ടില്ല ഈ ഒരു മിവി എന്ന് പറയുന്ന ബ്ലൂടൂത്ത് സ്പീക്കറിലൂടെ. സോ ഞാൻ സ്ട്രോങ്ലി സജസ്റ്റ് ചെയ്യുന്നു, 999, അതായത് 1000 രൂപയ്ക്ക് അകത്ത് വരുന്ന ഒരു ബ്ലൂടൂത്ത് സ്പീക്കർ നിങ്ങൾ മേടിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഔട്ട്ഡോർ ഇൻഡോർ അതും കയ്യിലൊതുങ്ങുന്ന ഒരു സ്പീക്കർ, എവിടെയെങ്കിലും കൊണ്ടുപോകാൻ യൂസ് ചെയ്യുന്ന ഒരു സ്പീക്കർ, വണ്ടിക്കകത്ത് തൂക്കിയിടാൻ പറ്റുന്ന ഒരു സ്പീക്കർ, അങ്ങനത്തെ ഒരു സ്പീക്കറാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഗോ ഫോർ ഇറ്റ്. സോ ഇതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ആ ഒരു ഡിസ്ക്രിപ്ഷനിൽ നിന്നും നേരിട്ട് തന്നെ ആമസോണിൽ നിന്നും ഒക്കെ മേടിക്കാൻ സാധിക്കും. അഥവാ എനിക്ക് ഇതിൻ്റെ എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം ഐ ഡി ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇൻസ്റ്റയിൽ വന്ന് ഫോളോ ചെയ്യുക, അവിടെ മെസ്സേജ് അയയ്ക്കുക, ഞാൻ തീർച്ചയായിട്ടും റിപ്ലൈ തരുന്നതാണ്. എനിവേ, നമുക്ക് ഇതിൻ്റെ ബാക്കി കാര്യങ്ങളിലേക്ക് പോകാം. ആദ്യം തന്നെ നമുക്ക് ബോക്സിൽ നിന്ന് തുടങ്ങാം. സാധനം വരുന്ന ഒരു പ്രത്യേക പ്രീമിയം പാക്കിങ്ങിലാണ് ഗൈസ്. ഇവിടെ കാണാൻ സാധിക്കും മിവി റോം 2 എന്നും പറഞ്ഞിട്ടാണ് ബോക്സിൻ്റെ സ്റ്റാർട്ടിങ് തന്നെ തുടങ്ങുന്നത്. 24 hours പ്ലേ ബാക്ക് ടൈമാണ്. 3 hours നമുക്ക് ചാർജ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. കാരണം എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് C ടൈപ്പ് പോർട്ടല്ല, നോർമൽ മൈക്രോ USB പോർട്ടാണ്. എനിവേ 1000 രൂപയ്ക്കൊക്കെ ഇത്രയൊക്കെ പ്രതീക്ഷിച്ചാൽ മതി. മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ബ്ലൂടൂത്തിൻ്റെ വെർഷൻ 5 ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു രീതിയിലുള്ള ഡിസ്ട്രാക്ഷൻസും വരത്തില്ല. നിങ്ങൾക്ക് 10 meters വരെ യൂസ് ചെയ്യാൻ സാധിക്കും വിത്തൗട്ട് ഒബ്സ്റ്റക്കിൾസ് ഉണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. എനിക്കിതുവരെയും ഒരു കുഴപ്പവും വന്നിട്ടില്ല. റൂമിൽ നിന്ന് വെളിയിൽ ഇറങ്ങിക്കോട്ട്, എവിടെ ഇറങ്ങിക്കോട്ട്, ഒരു പരിധി വരെ നമുക്ക് നൈസായിട്ട് ഒരു രീതിയിലുള്ള തടസ്സവും കൂടാണ്ട് പാട്ട് ആസ്വദിക്കാൻ സാധിക്കുന്നതാണ്. ഡിവൈസിൻ്റെ മുകളിലായിട്ട് തന്നെ റബ്ബർ ഫിനിഷോട് കൂടിയിട്ടുള്ള കൺട്രോളിംഗ് ബട്ടൺസ് കാണാൻ സാധിക്കും. വോളിയം റോക്കേഴ്സും അതേപോലെ തന്നെ പ്ലേ ആൻഡ് പോസിൻ്റെ ബട്ടണും പവർ ബട്ടണും കാണാൻ സാധിക്കും. പിന്നെ ഇതിൻ്റെ ബാറ്ററി ബാക്കപ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 2000 mAh ബാറ്ററിയാണ് ഗൈസ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. ഒരു 1000 രൂപ ബഡ്ജറ്റ് റേഞ്ചിൽ വരുന്ന ഒരു സ്പീക്കറിനകത്ത് 24 hours പ്ലേ ബാക്ക് ടൈം കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ വെരി കൂൾ തിങ്. എന്തായാലും കൊള്ളാം, 24 hours നമുക്ക് കിട്ടുന്നുണ്ട് ഗൈസ്. ഞാൻ ഒരു ആഴ്ചയായിട്ട് സാധനം യൂസ് ചെയ്തിട്ട് ആണ് നിങ്ങൾക്ക് ഞാൻ റിവ്യൂ തരുന്നത്. എനിവേ, ഞാൻ ഈ ഒരു ആഴ്ച കൊണ്ട് ഒറ്റവട്ടം മാത്രമേ ചാർജ് ചെയ്തിട്ടുള്ളൂ. അത് കമ്പനി ചാർജ് തീർന്നു കഴിഞ്ഞിട്ടാണ് ഗൈസ് ഞാൻ ചാർജ് ചെയ്തത്. ഇപ്പോഴും എൻ്റെ കയ്യിൽ 60% എബോവ് ഉണ്ട് ചാർജ്. ഓക്കെ, ഈ ഒരു പ്രോഡക്റ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ തെറ്റിപ്പോയി. ഇതിൻ്റെ പുറകിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് ഒരു പവർഫുൾ ഡ്രൈവേഴ്സാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. അതേപോലെ തന്നെ പ്രീമിയം ബിൽഡ് വിത്ത് മെറ്റൽ ഗ്രില്ലാണ് ഗൈസ്. മെറ്റൽ ഗ്രില്ല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഫ്രണ്ടിലായിട്ട് യൂസ് ചെയ്തിരിക്കുന്ന ഗ്രില്ല് മെറ്റാലിക്കാണ്. 1000 റേഞ്ചിൽ ബെസ്റ്റാണ് കേട്ടോ. മെറ്റാലിക് ഒന്നും നിങ്ങൾക്ക് കിട്ടാനേ സാധ്യതയില്ല. എനിവേ, പിന്നെ ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്ന മറ്റൊരു ഫീച്ചറും കൂടെ ഉണ്ട്. അതായത് 1000 രൂപയാണെന്ന് ഓർത്തോണം സാധനത്തിൻ്റെ പ്രൈസ്. എങ്കിൽ കൂടി നിങ്ങൾക്ക് TWS ഫംഗ്ഷൻ ഇതിനകത്ത് ലഭിക്കുന്നുണ്ട്. ഇതേപോലത്തെ ഒരു സ്പീക്കറും കൂടെ നിങ്ങൾക്ക് മേടിക്കുകയാണെങ്കിൽ രണ്ടും കൂടെ കണക്ട് ചെയ്തിട്ട് ഒരു പെയർ സ്പീക്കറായിട്ട് യൂസ് ചെയ്യാൻ സാധിക്കും. സോ TWS കണക്ടിവിറ്റിയും ഈ ഒരു സ്പീക്കറിനകത്ത് ലഭിക്കുന്നുണ്ട്. IPX റേറ്റിംഗും കൂടി ഇതിനകത്ത് വരുന്നുണ്ട്. ഓർക്കണം, 1000 rupees സാധനമാണ്. അപ്പം വാട്ടർ പ്രൂഫാണ്, ഡസ്റ്റ് പ്രൂഫാണ്, ഇനിയൊരു പ്രൂഫ് ഇതിനകത്ത് വരാനില്ല. സോ എല്ലാ പ്രൂഫാണ് എന്നും പറഞ്ഞ് ഇതുകൊണ്ട് വെള്ളത്തിൽ മുക്കരുത്. ജസ്റ്റ് ഒരു സ്പ്ലാഷ് പ്രൂഫ് എന്ന് വിചാരിച്ചുകൊണ്ട് വല്ല മഴയത്തോ കുളിക്കാൻ പോകുമ്പോഴൊക്കെ യൂസ് ചെയ്തോ ഒരു സീനും ഇല്ല. തുറന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരു മിവി എന്ന് പറഞ്ഞൊരു സംഭവം കൊടുത്തിട്ടുണ്ട്.
ഇതെല്ലാം പേപ്പർ വർക്കാണ്. എനിവേ ഇവിടെ നമുക്ക് വാറണ്ടി ക്ലെയിം ചെയ്യാനുള്ളൊരു കാർഡാണ് കൊടുത്തിരിക്കുന്നത്. സോ അവരുടെ ഇതിൻ്റെ ഇൻവോയ്സ് എടുത്തതിന് ശേഷം ഫോട്ടോ അയച്ചു കൊടുത്താൽ മാത്രമേ നിങ്ങൾക്ക് വാറണ്ടി ക്ലെയിം ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അതോട്ടിരിക്കട്ടെ. അടുത്തതായിട്ട് നമുക്ക് അടിപൊളി വേറൊരു സാധനം വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് എന്തോ ആണോ നമുക്ക് നോക്കാം. ഓക്കെ, നൈസായിട്ട് നമുക്ക് ഇതിനകത്തും പേപ്പർ വർക്കാണ് കാണാൻ സാധിക്കുന്നത്. മറ്റ് നിധികളൊന്നും ഇതിനകത്ത് നമുക്ക് ലഭിക്കുന്നില്ല. എനിവേ നമുക്ക് ആദ്യത്തെ പേപ്പർ എടുക്കുമ്പോൾ തന്നെ അവരുടെ കുറച്ച് വെൽക്കം നോട്ടീസാണ് കൊടുത്തിരിക്കുന്നത്. അത് നമുക്കവിടെ വെക്കാം. ഇനി നമുക്കുള്ളത് മാനുവൽ കാർഡാണ്. അത് നമുക്കവിടെ വെക്കാം. ഇനി നമുക്കുള്ളതാണ് ഇവരുടെ കമ്പനിയുടെ ഒരു പ്രീമിയം പ്രൊഡക്ഷനെ കുറിച്ച് ഡീറ്റെയിൽഡായിട്ട് കൊടുത്തിരിക്കുന്ന ഒരു കാർഡാണ്. എനിവേ നല്ലൊരു രീതിയിലുള്ള പാക്കിംഗ് ആണ്. ഞാൻ ഇതുവരെയും ഇങ്ങനത്തെ പാക്കിങ് കണ്ടിട്ടില്ല. എല്ലാം ഒരു വെറൈറ്റി ഇല്ലേ ഗൈസ്. ഇനി നമുക്ക് ഈ ഒരു ബോക്സിനകത്ത് വേറെ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇനി നമുക്ക് ഗൈസ് 2 കേബിൾ ഈ ഒരു പാക്കിനകത്തൂടെ കിട്ടുന്നുണ്ട്. ഒന്ന് ഓക്സ് കേബിളാണ് ഗൈസ്. ഫോക്കസ് ആവും. ഓക്കെ, ഇതേ കണ്ടോ, ഓക്സ് കേബിളാണ്. രണ്ടാമത്തേത് മൈക്രോ USB-യുടെ ഇതാണ് സംഭവം, ചാർജിങ് ചെയ്യാനുള്ള കേബിളാണ്. എനിവേ നമുക്ക് 2 പ്രീമിയം കേബിൾസും കൂടി ഇതിനകത്ത് ലഭിക്കുന്നുണ്ട്. സോ ഇത്രയൊക്കെയായിരുന്നു ബോക്സിനകത്തുള്ള കാര്യങ്ങൾ. സംഭവം നല്ലതാണ് ഗൈസ്, അടിപൊളിയാണ്. എല്ലാം കൊണ്ട് ഒരു 1000 രൂപയ്ക്ക് മൊത്തം കൂടി ഒരു നോക്കുവാണെങ്കിൽ ഇറ്റ്സ് എ വെർത്തി പ്രോഡക്റ്റ് ആണ്. സംഭവം കിടിലം എന്ന് പറയാം. ഈ ഒരു സംഭവം നമുക്ക് പ്ലേ ചെയ്ത് നോക്കണ്ടേ. അങ്ങനെ നമുക്ക് സൗണ്ട് ടെസ്റ്റിലേക്ക് പോകാം. സൗണ്ട് ടെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് ഞാനൊരു കാര്യം കൂടെ പറയാം. സൗണ്ട് ടെസ്റ്റ് ചെയ്യുമ്പം ഹെഡ്ഫോൺ യൂസ് ചെയ്യണം, എന്നാൽ മാത്രമേ നല്ലൊരു ക്വാളിറ്റിയിൽ കേൾക്കാൻ സാധിക്കത്തുള്ളൂ. നമ്മളങ്ങനെ സൗണ്ട് ടെസ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. എനിവേ നിങ്ങൾ സാറ്റിസ്ഫൈ ആയെന്ന് തോന്നുന്നു. സോ ഞാൻ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ്. മറ്റൊരു അടിപൊളി വീഡിയോയിൽ മറ്റൊരു റിവ്യൂ അൺബോക്സിങ് വീഡിയോസുമായിട്ട് ഞാൻ വീണ്ടും എത്തും. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതുള്ളൂ, തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക. എന്നാൽ മാത്രമേ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കത്തുള്ളൂ. മറ്റൊരു അടിപൊളി വീഡിയോയിൽ കാണുന്നവരായിരിക്കും. ഇറ്റ്സ് മീ ആശിഷ് ടക്കി. ടൈം ടു വൈൻഡ് അപ്പ് ദി ഷോ ആൻഡ്